मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ പടക്കെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചേക്കാം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ തീ പിടിച്ച് പൊട്ടിത്തെറിക്കും. അയ്യോ, ഈ ലൈറ്റ് എന്താ വീഴാത്തെ? ഈ ഇരുട്ടത്തൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഈ കാൻഡിലെ സ്വീറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോപ്പറ്റ് ഉണ്ടാക്കിയതാണല്ലോ. പോപ്പറ്റിന്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടും. അയ്യോ, ആരും കണ്ടില്ല. ഇനി ഞാൻ പറയാതെ പോപ്പറ്റ് എങ്ങനെ അറിയാനാണ് ഈ തീ ഞാനാ കത്തിച്ചതെന്ന്? ഞാനൊരു കഴുതയാണെന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ബുദ്ധിമാനായ കഴുതയാണ്. ഞാൻ വളരെ ഇന്റലിജന്റ് ആണ്. പശ്ചിമ ബംഗാളിൽ ഹൗറയിൽ വലിയ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നു. ഹൗറയിലെ കൂടുതൽ സംഭവ വികാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തീപിടുത്തം എങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്ക്. ശരിയായ അളവിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ രുചി കൂടുക മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയം കുറയുക കൂടി ചെയ്യും. ഈ തീറ്റിപ്പുണ്ടാരത്തിന് എന്ത് കണ്ടാലും ഭക്ഷണമായിട്ടേ തോന്നുന്നുള്ളൂ. എടാ ന്യൂസ് ചാനൽ വെക്കേ. ഇങ്ങോട്ടൊന്ന് വരൂ. ഈ വാർത്തകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിലെ ഫ്യൂസ് കളഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നതാണ്. ഇവിടെ ഈ നടന്നിരിക്കുന്ന തീപിടുത്തം അത് ചെയ്തത് ആരായാലും ശരി, പോലീസ് അവനെ കണ്ടുപിടിച്ച് അടിച്ച് ചമ്മന്തിയാക്കും. എന്തുവാടാ ഇത്? വേറെ ഏതെങ്കിലും ന്യൂസ് ചാനൽ വെക്കേ. നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ അത് ഓൺ നോക്കൂ. എന്നിട്ട് തലയൊന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം എല്ലായിടത്തും ഒരു വാർത്ത തന്നെയാണല്ലോ. ആ തീ വെച്ചത് ആരാണെങ്കിലും ശരി, അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. തീ തീ അയ്യോ, ഇവനാ മെഴുകുതിരിയുടെ കാര്യങ്ങാനും മനസ്സിലായി കാണോ? പാവം ചെയ്തവൻ ആരായാലും ശരി, അവൻ കർമ്മത്തിന്റെ ബലം അനുഭവിച്ചേ തീരൂ. ആ ബലം എപ്പോഴും മധുരമുള്ളതായിരിക്കണമെന്നില്ല. സംശയമുണ്ടോ? ഓ, ഇവന്റെ ഉപദേശം അതാ വീണ്ടും തുടങ്ങി. ആ തീ വെച്ചവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ അടിച്ചടിച്ച് അവന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്റെ മെഴുകുതിരി നീ കത്തിച്ച് നശിപ്പിച്ചല്ലേ? ഞാനത് സ്വീറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിരുന്നതായിരുന്നു. ഓ എടാ, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവന്റെ പുറകെ പോലീസ് ഉണ്ട്. പോലീസ് അവനെ പിടിക്കും, എന്നിട്ട് ജയിലിന്റെ അകത്തിടും. ജയിലിന്റെ അകത്താണെങ്കിലോ അവൻ ജോലി ചെയ്ത് കഷ്ടപ്പെടും. എടാ, നീ പണിയൊന്നും എടുക്കണ്ട, മെഴുകുതിരി ഉണ്ടാക്കിയാ മതി. 100 മെഴുകുതിരി ഉണ്ടാക്ക്, ഇല്ലെങ്കിൽ നിന്നെ തല്ലി തല്ലി ഞാൻ റോക്കറ്റ് ആക്കി മാറ്റും. എടാ, നിന്റെ ഐസ്ക്രീം ഇതാ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഞാൻ നീ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കായിരുന്നു. ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ജയിലിൽ പറഞ്ഞേക്കുന്നത് കഷ്ടല്ലേ? ഇത് ചെറിയ കാര്യമാണോ? ഇത്ര നാശനഷ്ടങ്ങൾ ഉണ്ടോ നിനക്കറിയോ? ആ അറിയാം, പക്ഷെ ഒരബദ്ധമൊക്കെ ആർക്കും സംഭവിക്കില്ലേ? എടാ, നിന്റെ സംസാരം കേട്ടാ തോന്നും നീയാ ചെന്നവിടെ തീ വെച്ചതെന്ന്. ഞാൻ എന്തിനാ തീ വെക്കുന്നത്? ഞാൻ തീയൊന്നും വെച്ചിട്ടില്ല പോപ്പട്ട്, ഒരിക്കലുമില്ല. ഇവനെന്തിനാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? എടാ, അവൻ ഹണിയല്ലേ, എല്ലാം കേൾക്കും, പക്ഷെ തലേന്റെ അകത്തൊന്നും കേറില്ല. എടാ ചോട്ടു, റോസാപ്പൂ പറിച്ചെടുത്ത് നിനക്ക് തീയലുണ്ടാക്കാൻ അറിയാം അല്ലേ? ഈ വാർത്ത ലോകം അറിഞ്ഞാൽ എല്ലാരും അടുക്കളയ്ക്കും തീ പിടിച്ചതുപോലെയാവും. അഭിനന്ദനങ്ങൾ. തീ തീ തീ. ആ കാൻഡലിന് തീ കൊടുത്തത് ഞാനാണെന്ന് ഇവന് സംശയം തോന്നിയെന്ന് തോന്നുന്നു. ഓടി രക്ഷപ്പെടാം. അവനെന്തിനാ ഓടിയത്? ഞാൻ പറഞ്ഞ അവൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ ഉണങ്ങിയ ഇലകളാണ്, വെറും ചപ്പ് ചവറും. ഇത് എനിക്ക് കണ്ടെടുത്താ കണ്ടൂടാ. ഞാൻ കുറച്ചുകൂടെ തൂത്ത് കൊണ്ടുവരാം. നീ ഇവയ്ക്കെല്ലാം തീ കൊളുത്തണം.
തീ 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 ഞാനെന്തിനാ തീ കൊടുക്കുന്നേ? ഞാൻ ഇതുവരെ ഒരു സാധനത്തിനും തീ കൊടുത്തിട്ടില്ല. എനിക്ക് തീ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തേ ഇല്ല. ഹണി അയ്യോ അയ്യോ ദൈവമേ, ഇവർക്ക് മനസ്സിലായി കാണോ? എങ്കിൽ ഇവര് വാർത്ത ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഓടിക്കോ ഹണി, ഓടിക്കോ. ആ! തീ കൊടുത്തു, തീ കൊടുത്തു, തീ കൊടുത്തു, തീ കൊടുത്തു, തീ കൊടുത്തു, തീ കൊടുത്തു. തീ 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 ചേട്ടാ, ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസ് തരാവോ? ഇവൻ എവിടെ പോയി ഒളിച്ചിരിക്കാണ്? പൂപ്പട്ടവന്റെ എല്ലാ കൂട്ടുകാരും എന്റെ പിന്നാലെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. ഹൈ, ഈ കിക്കറ്റ് ഈ ജിമ്മിന്റെ താക്കോലും മേടിച്ചുകൊണ്ട് ഇത് എങ്ങോട്ടാ പോയത്? ഇത്രയും ചെറിയ കാര്യത്തിന് അവന്റെ കൂട്ടുകാരെല്ലാം കൂടി എന്റെ പുറകെ എന്തിനാ വരുന്നത്? എവിടെയെങ്കിലും പോയി ഒളിച്ചേക്കാം. ആ, ഈ പഴയ വീട് പറ്റിയ സ്ഥലമായിരിക്കും. അയ്യോ, ഈ ഉറുമ്പുകളെല്ലാം കൂടി എന്റെ കാലിൽ കടിക്കുന്നല്ലോ. ഹൈ, ചേടാ, ഈ ഹണി ഇത് എവിടെ പോയി കിടക്കാണ്? കൃത്യമായി അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ പോലെ കണ്ടെത്താൻ പറ്റും. അന്വേഷിച്ചുകൊണ്ടിരിക്കൂ, അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സംശയമുണ്ടോ? എവിടെയാ ഒളിക്കുക, എവിടെയാ ഒളിക്കുക? ആ, ഈ സ്ഥലം കൊള്ളാം. അവരൊക്കെ ആ ഭാഗത്തോട്ട് പോയി. ഞാനെന്നാ ഈ ഭാഗത്തോട്ട് പോവാം. ഞാൻ ഈ നഗരം വിട്ട് ഓടിപ്പോവാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി കാണോ? അയ്യോ, വല്ലാതെ വിശക്കുന്നല്ലോ. വല്ലതും പോയി കഴിക്കാം. പിടിക്കവനെ, അവനാണ് തീ വെച്ചത്. അവനെ പിടിക്ക്. എന്റെ ദൈവമേ, പോലീസ്! അയ്യോ, ഓടിക്കോ. പോലീസ് ഹണിയുടെ പുറകെ, ഹണിയാണെങ്കിൽ പോലീസിന്റെ മുന്നിലും. എന്തൊരു ടെൻഷനായത്, ദൈവമേ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് പ്രയാസമല്ല, അത് അസാധ്യമാണ്. ഷോ, ഹണിയോടൊരു താങ്ക്സ് പറയേണ്ടതായിരുന്നു. പോലീസ് പുറകെ ഉണ്ടല്ലോ. എത്ര നേരം എന്ന് വെച്ചാ ഒളിക്കുക? വീട്ടിൽ പോയി പോപ്പട്ടിനോട് സോറി പറയുന്നതായിരിക്കും നല്ലത്. അവരെന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ചോട്ടാ ബായ്, ജോർദാൻ, പോപ്പട്ട്, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു. സോറി, എനിക്കൊരു തെറ്റുപറ്റി. അറിയാതെ തീ കൊളുത്തിയതാണ്. അതെ, നീ രാവിലെ തീപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഞാൻ കാരണമാണ് ഉണ്ടായത്. എന്നെ രക്ഷിക്കണേ, എനിക്ക് ജയിലിൽ പോണ്ട. എന്നെ പിടിക്കല്ലേ. നിന്നെ എന്തിനാ ഞാൻ പിടിക്കുന്നത്? നീ കാരണമല്ലേ നഗരത്തിൽ തീ വെച്ചവനെ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചത്. നീ ആ സമയത്ത് ആ ഉന്തുവണ്ടി കൊണ്ടുവന്നവനെ ഇടിച്ചിട്ടത്. ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാ ഇവിടെ. താങ്കൾ അവനെയായിരുന്നോ പിന്തുടർന്നത്? അവൻ കാരണമല്ലേ ഈ പട്ടണത്തിൽ മുഴുവൻ തീപിടുത്തം ഉണ്ടായത്. ഹോ, ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങളൊരു മഹാൻ തന്നെ. കള്ളന്മാരുടെ പേടി സ്വപ്നമാണ്, തെമ്മാടികളുടെ അന്തകനാണ്. സത്യം പറഞ്ഞ താങ്കൾ ഒരു ഇൻസ്പെക്ടറേ അല്ല. എന്ത്? സൂപ്പർ ഇൻസ്പെക്ടർ ആണ്, നമ്മുടെ നാടിന്റെ ഭാവിന്റെ കമ്മീഷണർ. ഞങ്ങൾ രാവിലത്തെ വാർത്ത കണ്ടപ്പോ തന്നെ പറയായിരുന്നു, ഈ തീ വെച്ചവനെ പോലീസ് എന്തായാലും പിടികൂടുമെന്ന്. നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ട തീപിടുത്തത്തെ പറ്റിയായിരുന്നോ സംസാരിച്ചത്? അതെ.
ചോട്ടാബായി, ഞാൻ ശരിക്കും ഒരു കഴുത തന്നെ. ഞാൻ കരുതി നിങ്ങൾ എന്നെ പറ്റിയാണ് സംസാരിച്ചതെന്ന്. മാത്രമല്ല രാജ്യത്തെ പോലീസ് മുഴുവൻ എന്റെ പുറകെ ആയിരുന്നെന്ന്. എടാ അതിന് പോലീസ് എന്തിനാടാ നിന്റെ പുറകെ വരുന്നത്? ഞാൻ പോപ്പട്ടിന്റെ മെഴുകുതിരിക്ക് തീ കൊടുത്തു. അതെ. നീ സ്വീറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിരുന്ന ക്യാൻഡിൽ കത്തിച്ചു കളഞ്ഞോ? എടാ വെറുക്കപ്പെട്ടവനെ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ലടാ. എടാ ഹണി, നീ ശരിക്കും കഴുത തന്നെയാടാ, കഴുത. അത് നീ വീണ്ടും തെളിയിച്ചിരിക്കുക. ഇതിനാ പറഞ്ഞത് തോക്കി കയറി വെടിവെക്കരുത് എന്ന്. ഏയ് അല്ലല്ല, ഇതിന് പറയുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്നാണ്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.